സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ കാണാനിടയേണ്ട ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് BJP-യിൽ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു നേതാവിനെ പറ്റിക്കുകയും പിന്നീട് അതിനുശേഷം നാമനിർദ്ദേശ പട്ടികയിലോ അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥലങ്ങളിലെ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന്റെ പേരിലോ ഒന്നും ആ ഒരു വ്യക്തിയുടെ പേരില്ലാത്തതിന്റെ ഒരു കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ഒരു BJP നേതാവ് ജീവൻ ഒടുക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം ഈ ഒരു വർഷം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമോ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ ആദ്യത്തെ കേസോ ഒന്നുമല്ല. ഇതിനു മുൻപ് തന്നെ തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു BJP കൗൺസിലർ ഉണ്ടായിരുന്നു. അയാള് ആത്മഹത്യ ചെയ്തതിന്റെ പ്രധാന കാരണം ഒരു ബാങ്കിൽ നിന്ന് അദ്ദേഹം പണം വായ്പയ്ക്കെടുക്കുകയും അത് BJP നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് വായ്പയ്ക്കെടുത്തത്. എന്നാൽ പിന്നീട് അതിനുശേഷം ആ പണത്തിന്റെ തിരിച്ചടവിനെ പറ്റി ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ആരും എടുത്തിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്തി വിട്ടിട്ട് അയാളും ആത്മഹത്യ ചെയ്യേണ്ട ഒരു നിവൃത്തി അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അയാളുടെ മരണക്കുറിപ്പിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മരണക്കുറിപ്പോടുകൂടി തന്നെയാണ് അദ്ദേഹം മരിച്ച സമയത്ത് മരണക്കുറിപ്പ് അദ്ദേഹം വ്യക്തമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ ഒടുക്കിയതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെയും നമ്മൾ കാണുന്നത് BJP-യിലുള്ള നേതാക്കന്മാർക്ക് പറ്റുന്ന കാര്യങ്ങൾ അല്ലെ BJP-യിലുള്ള നേതാക്കന്മാർ കാണിക്കുന്ന കൊള്ളരുതായ്മകളിൽ കൂടി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന യുവത്വങ്ങളെയാണ്. അപ്പൊ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സമാനമായ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സംഭവം തന്നെയാണ്. തിരുവനന്തപുരത്തുള്ള ആനന്ദ് എന്ന് പറയുന്ന ഒരു യുവാവ് അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ ആത്മഹത്യക്ക് പിന്നാലെയും എന്താണോ തിരുമല അനിൽ മരിച്ച സമയത്ത് ഇവർ പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ഇവർ പറയുന്നത് ഞങ്ങൾക്കറിയുന്ന ഒരാൾ പോലുമല്ല ഈ മരിച്ച ആനന്ദ് എന്നാണ്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ തന്നെയും റിപ്പോർട്ടർ ചാനൽ ഇന്നലെ ഒരു ഫോട്ടോ പുറത്തുവിട്ടു. നേതാക്കൾ അറിയില്ലെന്ന് പറയുമ്പോൾ BJP വേദിയിൽ ആനന്ദ് തിരുമലയിൽ എത്തിയ ചിത്രം പുറത്ത് നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കി അറിയാൻ പറ്റും. അതായത് ഈ ഒരാളിനെ പറ്റിയാണ് BJP-യിലുള്ള നേതാക്കന്മാർക്കൊന്നും അറിയാത്തത്. രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്ത് ഈ ഒരു വിഷയത്തെ പറ്റി ചോദിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പ്രതികരണം അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി അടുത്ത കുറച്ച് മരവാഴകളുടെ പ്രതികരണം കൂടിയുണ്ട്, അതോടെ കണ്ടു നോക്കാം. അല്ല, ഞാൻ ഇപ്പോഴാണ് കേട്ടത്. അത് ഞാൻ കേട്ടപ്പോൾ വളരെ സങ്കടമുണ്ട്, വിഷമമുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കരമനോജോട് സംസാരിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ. അദ്ദേഹം എന്നോട് ഫോണിൽ പറഞ്ഞത് നമ്മൾ വാർഡിൽ നിന്ന് വന്ന 5 പേര് പാനലിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി നോക്കാൻ ഇതെന്താണ് ഇതിന്റെ പിന്നിൽ. കാരണം ഇതൊരു എന്ത് പറഞ്ഞാലും സങ്കടം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, വിഷമമുണ്ട്. അപ്പൊ ഇതിന് പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ഞങ്ങൾ അങ്ങനെ വിടില്ല. ഇവന്റെ മുഖവും ഇവന്റെ ശരീരഭാഷയും എല്ലാം പറയും ഇവന്റെ വിഷമത്തെ പറ്റി. നല്ല സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളത്. എന്നന്വേഷിച്ച് കഴിയും? തിരുമല അനിലിന്റെ വിഷയം വന്നപ്പോൾ അത് പിണറായി വിജയൻ സഖാവ് വെറുതെ ഇളക്കിയ ഒരു ആരോപണങ്ങളാണ്. അത് ഞങ്ങളുടെ BJP-യുടെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രശ്നമല്ല. ഒരു മരണമൊഴി അവിടെ തെളിവായി ഇരിക്കെ തന്നെ ഈ മണ്ടന്മാർ പറഞ്ഞൊരു പ്രസ്താവനയാണ്. അത് ഇടതുപക്ഷ സർക്കാരിന്റെ കളിയാണ്. ഞങ്ങളുടെ ആരുടെയും ഒരു കടന്നുകയറ്റമോ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നോ പാർട്ടി നേതാക്കന്മാരിൽ നിന്നോ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്നോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഇവര് എഴുതി മായ്ച്ചും കളഞ്ഞു. ഇവരുടെ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഇവരുടെ ഒരു രീതി എന്താണെന്ന് അറിയാമോ? അതായത് ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ ഒരു മാനസിക രോഗിയാക്കും. അങ്ങനെ മാനസിക രോഗിയാക്കിയിട്ട് അവരുടെ മരണം ഒരു ലോജിക് ഇല്ലാത്ത തലത്തിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം അനന്തു എന്ന് പറയുന്ന ഒരു പയ്യൻ BJP-യിലെ ഈ പറയുന്ന സംഘപരിവാറിന്റെ ശാഖയിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ്. അവന്റെ ജീവൻ പോയത് എങ്ങനെയാണ്? അവനെ അതിക്രൂരമായിട്ട് ഒരുമാതിരി എന്താ പറയാ പ്രകൃതി വിരുദ്ധ പീഡനമാണ് നടത്തിയത്. ഒരു പയ്യനെ പോലും കിട്ടിക്കഴിഞ്ഞാൽ വൃത്തികെട്ട കാമലീലകൾ തീർക്കുന്ന ഒരു തരത്തിലേക്ക് BJP-കൾ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ BJP നേതാക്കന്മാർ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ BJP-യുടെ ഒരു നേതാവ് തന്നെയാണ് അവനെ അബ്യൂസ് ചെയ്തത്. അവന്റെ 4 വയസ്സ് മുതൽ അവൻ പ്രായപൂർത്തിയായി 20-25 വയസ്സിൽ കഴിഞ്ഞപ്പോഴും അവനെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവനൊരു OCD പേഷ്യൻ്റായി. പിന്നീട് അതിനുശേഷം അവൻ ആരെയും ഫേസ് ചെയ്യാൻ പറ്റാതായി. ആരും മുന്നിൽ വന്നാലും അല്ലെങ്കിൽ ചെറിയ സൗണ്ട് കേട്ടാൽ പോലും പേടിക്കുന്ന ഒരു തരത്തിലേക്ക് അവൻ മാറി. പിന്നീട് അവൻ തന്നെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവൻ തന്നെ തീരുമാനിച്ചു ഇനി ഈ ജീവിതം വേണ്ട, ഇത് അവസാനിപ്പിക്കാം. പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവൻ മരണപ്പെട്ടു. അതിന്റെ തെളിവുകൾ കൃത്യമായിട്ടുള്ള വീഡിയോയിൽ അവൻ പറയുന്നുമുണ്ട്. എന്നാൽ ചില ആളുകളോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് അവനെന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ മരിച്ചതെന്നാണ്. എന്ത് മാനസികമായിട്ടുള്ള പ്രശ്നമാണ്? അങ്ങനെ ഒരാളെ ഒരു മാനസിക രോഗി ആക്കുന്നതാണ് BJP-യുടെ അജണ്ട. അത് തന്നെയാണ് അവരുടെ കൂട്ടത്തിലുള്ള എല്ലാ സംഘികുട്ടന്മാരും പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തില് വേറൊരുത്തിന്റെ ഒരു മെഴുകലുണ്ട്. അതൊരു മരണം, കൂട്ടത്തിൽ ഒരു അണി മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ മരിച്ചു കിടക്കുമ്പോഴും ഉമ്മാരുടെ മുഖത്ത് ചിരി മാറുന്നില്ല. ചിരിച്ചുകൊണ്ട് പറയുകയാണ് RSS അല്ലെങ്കിൽ BJP നേതൃത്വത്തിന് മണൽ മാഫിയയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? തിരുവനന്തപുരത്തെ BJP പ്രവർത്തകന്റെ മരണം അന്വേഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് V മുരളീധരൻ എന്ന് പറയുന്ന തലമൂത്ത ഒരു നേതാവാണ്. അവന്റെ സംസാരം കൂടെ ഒന്ന് കണ്ടു നോക്കാം. RSS BJP നേതൃത്വം മണൽ മാഫിയക്ക് സംരക്ഷണം കൊടുക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ തോന്നുന്നു? അപ്പൊ അതുകൊണ്ടാ പറഞ്ഞേ
അതെന്താണെന്നുള്ളത് അന്വേഷിക്കണം. ഒരു RSS പ്രവർത്തകന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ അങ്ങനെ അത് പറയുക അന്വേഷിച്ച് നോക്കണം ഞാൻ പറഞ്ഞു. മാഫിയ ബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RSS BJP നേതൃത്വം മണൽ മാഫിയക്ക് നേതൃത്വം നൽകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഈ വിഷയം എന്താണെന്നുള്ളത് എനിക്ക് വിശദാംശങ്ങൾ അറിയില്ല, അന്വേഷിക്കാം. കണ്ടില്ലേ, എന്തൊരു ചിരിയും എന്തൊരു സന്തോഷവുമാണല്ലേ. ഇതാണ് യുവമാരുടെയൊക്കെ ഉള്ളിലൊരു ചിന്താഗതി. അതായത് കൂട്ടത്തിലൊരാൾ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, അവരെ അങ്ങ് മാനസിക രോഗിയോ മാനസിക വിഭ്രാന്തി ഉള്ളവനോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു, കേസ് ക്ലോസ്ഡ്, അങ്ങനെയുള്ള ചിന്താഗതിയാണ്. അപ്പൊ ഇതേ സെയിം ഈ ഒരു വിഷയത്തെ പറ്റി വേറൊരു മണ്ടനായിട്ടുള്ള അല്ലെങ്കിൽ സമർത്ഥനെന്ന് സ്വയമേ വിചാരിക്കുന്ന വെറും മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു കിഴങ്ങന്റെ ഒരു പ്രസ്താവനയുണ്ട്. അതായത് ബി ഗോപാലകൃഷ്ണൻ എന്നാണ് അവന്റെ പേര്, എല്ലാവർക്കും അറിയാം. അപ്പൊ അവൻ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ മാനസിക വിഭ്രാന്തിയെ തുടർന്നുണ്ടാവുന്നതാണ്. സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് കൊണ്ടാണ് മരണമെങ്കിൽ ഞാനൊക്കെ 12 വട്ടം മരിക്കേണ്ട സമയം കഴിഞ്ഞു. ആനന്ദിന്റെ മരണത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ബി ഗോപാലകൃഷ്ണൻ. ഇങ്ങനെയുള്ള കുറച്ച് മരവാഴകൾ തന്നെയാണ് സംഘികളുടെ കൂട്ടത്തിലുള്ളതെന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. അല്ല, ഞാൻ പറഞ്ഞ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അത് അന്വേഷിക്കണം, അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യാൻ പറ്റില്ല. അത് സംഘടനാപരമായിട്ട് അതിനെ നേരിടും, സംഘടനാപരമായിട്ട് അത് അന്വേഷിക്കും, സംഘടനാപരമായിട്ട് ഇത്തരം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനപ്പോൾ 10-12 പ്രാവശ്യം കണ്ടില്ലേ, വെറും നാണമില്ലാത്ത മാനമില്ലാത്ത മര്യാദയില്ലാത്ത വർത്തമാനമാണ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതായത് കൂട്ടത്തിൽ ഒരുത്തം മരിച്ചാലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ സ്ട്രാറ്റജി വൈസ് ഞങ്ങൾ മത്സരിക്കും, അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വിജയത്തിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്, അതിനിടയിൽ എത്ര പേര് മരിച്ചാലും ഞങ്ങൾക്കൊരു കോപ്പുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അയാൾ മരിച്ചത് അയാളുടെ കടുത്ത മാനസിക വിഭ്രാന്തി മൂലമാണ്. മരിച്ചത് ഈ പറയുന്ന സ്ഥാനം കിട്ടില്ലെന്ന് പറഞ്ഞ് മരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് RSS എന്ന് പറയുന്നൊരു പാർട്ടിയിലുള്ള അതിയായ ആഗ്രഹം മൂലമാണ് അയാൾ മരിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ വർഗീയത എന്തിനാണ് അയാൾക്ക് തലയ്ക്ക് പിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ല. എന്തെങ്കിലും ഈ പറയുന്ന സ്ഥാനമോഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പണത്തിന്റെ ഇതൊക്കെ കൊണ്ടോ ഒക്കെ ആഗ്രഹിച്ചതായിരിക്കും. എന്തുമായിക്കോട്ടെ, മരിച്ച ഒരാളെ പറ്റി നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിലും അദ്ദേഹത്തിനെ വിറ്റുകൊണ്ട് കാശാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്. ഇതൊരു വിഷയത്തിലല്ല, ഇവരുടെ ഈ പറയുന്ന ഇരട്ടത്താപ്പും വൃത്തികേടും കൊള്ളരുതായ്മയും പിതൃശൂന്യത്വവും എല്ലാം ഇതിപ്പോൾ 2-3ാമത്തെ കേസിലാണ്. അത് ഈ ഒരു വർഷം തന്നെ, ഈ ഒരു അടുത്ത സമീപ കാലയളവിൽ തന്നെ ഉണ്ടാകുന്ന 2ാമത്തെ ആത്മഹത്യയാണിത്. ഇവരുടെ കൊള്ളരുതായ്മ മൂലം ആനന്ദ് എന്ന് പറയുന്ന പയ്യൻ മരിച്ചു. ഇപ്പോൾ ഇവരുടെ വീണ്ടും കൊള്ളരുതായ്മ, പാർട്ടിക്കകത്ത് തന്നെ കൊള്ളരുതായ്മ മൂലം ആനന്ദ് എന്ന് പറയുന്ന ഒരാൾ മരിക്കുന്നു, പിന്നെ അനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ മരിക്കുന്നു. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ അവർ സമർപ്പിച്ചിട്ടും അതൊക്കെ എവിടെ പോയി? ആ തെളിവുകൾ സമർപ്പിച്ചിട്ട് പോലും ആ കേസുകൾ ഒരു വാല്യൂ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു കേസിന് ഒരു തുമ്പും കണ്ടെത്താൻ പറ്റാതെ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. അല്ലെങ്കിൽ ഇവരുടെ അന്വേഷണ ഏജൻസി തന്നെ ഇപ്പോഴും അതിന്റെ പിന്നാലെ പോകാതെ അതൊക്കെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ എന്തുകൊണ്ടാണ്? വലിയ പിടിപാടാണ് അല്ലേ. പണമുള്ള വലിയ ഉന്നത കുലജാതരാണെന്ന് സ്വയമേ ചിന്തിക്കുന്ന ആളുകളുടെ ചിന്താഗതിയിൽ കൂടി തന്നെയാണ് ഈ രീതിയിലുള്ള കൊള്ളരുതായ്മകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതും. അതിനെ ചുക്കാൻ പിടിക്കുകയും അതിന് വളം വെച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് BJP ഇരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഏതൊക്കെ രീതിയിൽ മെഴുകാൻ നോക്കിയാലും കേരളത്തിൽ നിനക്കൊന്നും ചാണകം മെഴുകാൻ ഒരു അവസരം കേരളത്തിലെ ജനങ്ങൾ തരില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. ഇതിപ്പോൾ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലോ ഞാൻ പറയുന്നതല്ല. നിങ്ങളുടെ കൊള്ളരുതായ്മകൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി പറയുന്നതാണ്. കാരണം ഇനിയും ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകാനായിട്ട് സാധിക്കരുത്, അല്ലെങ്കിൽ ഒരുപാട് ജീവൻ ഇനിയും പൊലിഞ്ഞു പോകരുത്. ഒരു വീട്ടിലെ ഒരു നാഥനാണ് അങ്ങനെ ഒരു കൊള്ളരുതായ്മയിൽ കൂടി അദ്ദേഹത്തിന്റെ ജീവനാണ് പോകുന്നത്, ആ വീടിന്റെ നെടുന്തൂണാണ് പോകുന്നത്. നിങ്ങൾക്ക് അയാളുടെ ജീവൻ പോയാൽ അയാളൊരു മാനസിക രോഗി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങളുടെ പണം മേടിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ തന്തയില്ലായ്മയും ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് വന്നാലും അത് നിങ്ങളുടെ തെറ്റല്ല, അവരുടെ തന്നെ തെറ്റാണ്. മരിച്ചത് അവരുടെ വലിയ തെറ്റാണ്, അവർക്ക് ജീവിക്കാൻ അർഹത ഇല്ല എന്നുള്ള രീതിയിലേക്ക് ആക്കും. അപ്പൊ ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകൾ ഇവിടെ ആവർത്തിക്കാൻ പാടില്ല. പശുവിനെ കൊന്നതിന്റെ പേരിൽ ഒരാളെ തല്ലിക്കൊല്ലുന്ന അതിദാരുണമായ സംഭവം, അല്ലെങ്കിൽ അത്രയും മ്ലേച്ഛകരമായ ചിന്താഗതി, പിന്നെ ചാണകം തിന്നണം, ഗോമൂത്രം കുടിക്കണം എന്നുള്ളൊരു ആചാരങ്ങൾ, പിന്നെ എല്ലാ കാര്യങ്ങളിലും പശുവിനെ ആദരിച്ചുകൊണ്ട് അല്ലെ പശുവിനെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു രീതികൾ, ഇതൊന്നും കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. കേരളത്തിൽ എന്താണോ സമാധാനം അല്ലെങ്കിൽ എന്താണോ അവരുടെ സന്തോഷം, അതിന് തന്നെ വില കൊടുക്കുന്ന ഒരു സർക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതിനിടയിലേക്ക് ചാണകം മെഴുകുകൾ വേണ്ട. എവിടെയെങ്കിലും 1-2 സീറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓരോ വാർഡിലേക്ക് മത്സരിച്ച് ജയിക്കുന്നുണ്ടെങ്കിൽ ജയിക്കട്ടെ. പക്ഷെ കേരളത്തിൽ നിനക്കൊന്നും ഒരു കാലത്തും ഒരു സീറ്റും കിട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.